അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിനെ ഇങ്ങനെ കാണിക്കുന്ന സമയത്തുള്ള പാട്ടാണ്. അതിൽ ഫസ്റ്റ് ലൈൻ ഇങ്ങനെയാണ്: കരൈവந்த പിറകെ പുരിയതു കടലേ, നരൈവந்த പിറകെ പിടിക്കതു ഉലകേ. അതെ, ഇനി കരയിലെത്തിയതിനു ശേഷമാണ് എനിക്ക് കടൽ എന്താണെന്ന് മനസ്സിലായത്. കടലിൽ കിടന്നപ്പോ എനിക്കത് മനസ്സിലായിട്ടില്ല, വെറും വെള്ളം മാത്രമേ. പക്ഷെ കരയിലെത്തിയപ്പോഴാണ് എനിക്ക് കടൽ എന്താണെന്ന് മനസ്സിലായത്. അടുത്ത വരിയാണ് വരി: നരൈവந்த പിറകെ പിടിക്കതു ഉലകേ. നര വന്നതിന് ശേഷമാണ് എനിക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ജീവിതം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായത് എന്റെ ശരീരത്തിൽ ചില അടയാളങ്ങൾ ഇങ്ങനെ വെളിപ്പെടാൻ പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന 42ാമത്തെ വയസ്സിൽ എനിക്ക് എന്റെ ലൈഫിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ടോ, അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാൻ അല്ലേ, ഒരു വലിയ രാജാവിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അതാരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടി ഒരു ആർട്ടിസ്റ്റ് വന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റാണ്, അന്ന് ഫോട്ടോഗ്രാഫി ഇല്ലാത്ത കാലത്ത്. അപ്പൊ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആർട്ടിസ്റ്റ്. അപ്പൊ രാജാവ് അയാളുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ട് രാജാവ് ഒറ്റ കാര്യം പറഞ്ഞു: എന്റെ ചിത്രമൊക്കെ വരച്ചോളൂ, കൊള്ളാം, പക്ഷെ എന്റെ മുഖത്തുള്ള ഒരു ചുളിവ് പോലും മായ്ക്കാൻ പാടില്ല, എന്റെ ശരീരത്തിലുള്ള ഒരു നര പോലും കറുപ്പിക്കാനും പാടില്ല, കാരണം അത് ഞാൻ ജീവിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ്. എനിക്കത് മായ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്റെ സ്കിൻ ടോൺ ഒന്നും മായ്ക്കരുത്, എന്റെ നിരയൊന്നും കറുപ്പിക്കരുത്, എന്റെ ചുളിവൊന്നും ഇല്ലാതാക്കരുത്. ഞാൻ ജീവിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്, എനിക്കതിൽ അഭിമാനമാണ് ഉള്ളത് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത്രയും കാലം ജീവിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു വലിയ പാഠമുണ്ട്. അത് മാത്രം വളരെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നിങ്ങള് ഒരു കാണേണ്ട ഒരു സിനിമയുണ്ട്, കണ്ട ആളുകളുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു ജാപ്പനീസ് മൂവിയാണ്, ദ പെർഫെക്റ്റ് ഡേയ്സ് എന്നാണ് മൂവിയുടെ പേര്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ, അത് കാണണം കേട്ടോ. അത് ഈ കോവിഡ് സമയത്ത് ടോക്കിയോയിൽ ഇങ്ങനെ കുറെ പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടാക്കിയിരുന്നു ഗവൺമെന്റ്. അപ്പൊ അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫിലിം മത്സരം നടത്തി. ഈ പബ്ലിക് ടോയ്ലറ്റുകള് കേന്ദ്ര കഥാപാത്രമാകുന്ന ഷോർട്ട് ഫിലിമുകളാണ് വേണ്ടത് എൻട്രി ആയിട്ട്. അതിലൊരാള് ഉണ്ടാക്കിയ ഷോർട്ട് ഫിലിമാണ് സത്യത്തിൽ ഇത്. പക്ഷെ അത് ലോകം മുഴുവനും കണ്ട്, അത്രയും മനോഹരമാണ്. ഒരാളെ സ്റ്റോറിയാ, ഒരു സാധാരണ മനുഷ്യന്റെ ടോക്കിയോയിലെ ഈ പബ്ലിക് ടോയ്ലറ്റുകളിൽ പബ്ലിക് ടോയ്ലറ്റുകൾ വൃത്തിയാക്കുന്ന ഒരാളുടെ സ്റ്റോറിയാണ്. അത്രയേ ഉള്ളൂ. അയാൾ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നത്, അയാൾ തലേ ദിവസം വായിച്ച് മടക്കി വെച്ച പുസ്തകം അടയാളമിട്ട് അവിടെ ഒതുക്കി വെക്കും. പിന്നെ അയാളെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി അയാളുടെ ജോലിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങണ സമയമില്ലേ, വാതിലൊക്കെ തുറന്ന് ഇങ്ങനെ ഇറങ്ങണ സമയത്ത് അയാൾ ആദ്യം ചെയ്യുന്നത് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കും. എന്നിട്ട് ആ പുതിയ പുലരി നൽകിയ മഹാകാരുണ്യത്തോട് നന്ദി പറയുന്ന വിധം ആകാശത്തേക്ക് നോക്കിയിട്ടൊരു പുഞ്ചിരിയുണ്ട്. പിന്നെ അയാളുടെ ജോലിയിലേക്ക് പോവാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ ആകെ ചെയ്യുന്നത്, അയാളുടെ ഒരു ഹോബി എന്ന് പറയുന്നത്, അയാൾക്ക് നിഴലുകൾ ഭയങ്കര ഇഷ്ടം. നിഴലുകൾ ഇങ്ങനെ ഇപ്പൊ അവിടെ കണ്ടില്ല, ആ നിഴലുകളുണ്ട് അവിടെ പുറത്തുനിന്ന് വരുന്ന ഒരു ചെറിയ കീറ് വെളിച്ചത്തിൽ പുറപ്പെടുന്ന ഒരു ചെറിയ നിഴൽ ഇങ്ങനെ കാണും. അയാളിത് കണ്ട അപ്പ ഫോട്ടോ എടുക്കും. അയാളുടെ കയ്യിലൊരു പഴയ ക്യാമറയുണ്ട്, ഫിലിമൊക്കെ ഇടുന്ന ക്യാമറ ഇല്ലേ, അതേപോലത്തെ ഒരു ക്യാമറയാണ്. അതേപോലെ ഇങ്ങനെ കാറ്റില് ഇങ്ങനെ ഇളകി ആടുന്ന ഇലകളെ ഭയങ്കര ഇഷ്ടമാണ്, ആകാശം ഭയങ്കര ഇഷ്ടമാണ്. ഈ ആകാശത്തെ ശ്രദ്ധിക്കുന്നു, കാറ്റിലാടുന്ന ഇലകളെ കാണുന്നു, നിഴലുകളുടെ വെളിച്ച വ്യത്യാസങ്ങളെ കാണുന്നു. ജീവിതത്തിലെ വളരെ ചെറിയ, വളരെ സൂക്ഷ്മമായ നമ്മള് അവഗണിക്കുന്ന കാര്യങ്ങളില്ലേ,
ജീവിതത്തിന്റെ തിരക്കിനിടയിൽ നമ്മൾ കാണാതെ പോകുന്ന കാഴ്ചകളില്ലേ, അതിലേക്കൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യന്റെ സ്റ്റോറിയാണ്. ആ സിനിമ കണ്ടതിന് ശേഷമാണ് നിഴലുകളെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പൊ വീട്ടിൽ നിന്ന് രാവിലെ ഉണർന്നിട്ട് ഇങ്ങനെ നമ്മുടെ റൂമിലേക്ക് പോകുമ്പോ മിക്കവാറും ഇതേപോലെ എന്തെങ്കിലും ഒരു നിഴലുണ്ടോ. ആദ്യമായിട്ടാണ് അത് ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ സിനിമ കണ്ടതിന് ശേഷം. വെറുതെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോ കാറ് നിർത്തും, എന്നിട്ട് ആകാശം കുറച്ചേരം കാണും. എടാ, കണ്ണടച്ചാൽ ഇതിനൊന്നും പറ്റൂലല്ലോ അല്ലേ? കണ്ണടച്ചാൽ സമയം നിശ്ചലമാകാണ്, തീർന്ന്. പിന്നെ നമുക്കിതൊന്നും കാണാൻ പറ്റൂലല്ലോ. അപ്പൊ ഒരാൾ അയാളുടെ അറ്റൻഷൻ ഇങ്ങനെ ജീവിതത്തിലെ വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ സ്റ്റോറിയാണ് ആ സിനിമ. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ? ഈ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞൊരു കാലമാണ് നമ്മുടെ. 2013 സർവേ പ്രകാരം പറയുന്നത് ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം 9 സെക്കൻഡ് പോലും അയാൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അയാള് നമ്മൾ നോക്കുന്നുണ്ടാവും, സംസാരിക്കണ ആളെ അയാൾ നോക്കുന്നുണ്ടാവും, പക്ഷെ അയാൾ ഇവിടെ ഉണ്ടാവില്ല. 13 സെക്കൻഡ്, സോറി എത്ര പറഞ്ഞ 9 സെക്കൻഡ് പോലും ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ. ഇഷ്ടമുള്ളൊരു സിനിമ ചിലപ്പോ നമ്മള് 2 മണിക്കൂർ നേരം കാണും, അത് ഇഷ്ടമുണ്ടായതുകൊണ്ട്. ഇഷ്ടമില്ലാത്തൊരു കാര്യം ശ്രദ്ധിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നിങ്ങളൊക്കെ റീല് കാണുന്ന ആളുകളാണ്. റീൽസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയം കൊണ്ട് ഒരു വലിയ കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളോട് ഇത്രയും സമയം സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ സാഹസമാണ്. ഒരു സംസാരം ഇവിടെ കഴിഞ്ഞ് പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ കുറഞ്ഞ നേരം കൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം പറയാം. എന്തായാലും സിനിമയുടെ പേര് പെർഫെക്റ്റ് ഡേയ്സ്. നിങ്ങൾ കാണൂലേ? യൂട്യൂബിൽ ഉണ്ടെന്നാണ് എന്റെ. ഭാഷയൊന്നും അറിയണ്ട, കാരണം അതിലാകെ കുറച്ച് സംസാരങ്ങൾ, വളരെ കുറച്ച് സംസാരങ്ങൾ. ബാക്കിയൊക്കെ ഇയാളുടെ ലൈഫ് ഒരേപോലെ ആവർത്തിക്കുന്ന ജീവിതത്തിന്റെ ഭംഗി കാണുന്ന അയാളുടെ കാഴ്ചകൾ. ഇല്ല നമുക്കായി ഒരു സന്ധ്യ, രാപ്പാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കലും. നമ്മുടെ ഒരു കവിയുടെ വരിയ, കടമ്മനിട്ടയുടെ. ഇല്ല ഇല്ല നമുക്കായി ഒരു സന്ധ്യ, രാപ്പാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കലും. നമുക്കതേ ഉള്ളൂ കയ്യിൽ. വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കുന്ന ആകെ കുറച്ചുള്ള ആയുസ്. അത് വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കുന്ന ആ അർത്ഥം കൊടുക്കുന്ന പരിപാടി ഇല്ലേ, അതാണ് നിങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യന്മാരും എങ്ങനെയെങ്കിലും എക്സിസ്റ്റ് ചെയ്യും, ഇല്ലേ? ഇല്ലേ? എടാ, ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യരും എങ്ങനെയെങ്കിലും എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാ, അതൊരു ജീവിതമായിരിക്കും. അതൊരു വെറും ജീവിതമാവില്ല, അതൊരു ജീവിതമായിരിക്കും. അപ്പൊ ആ ഒരു മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയൂലേ, അത് ഈ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു വലിയ സംഭവമാണ്. ഒരു കോളേജ് ജീവിതത്തിൽ നിന്നൊക്കെ ശരിക്കും ഒരാൾക്ക് കിട്ടേണ്ടത് 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇങ്ങനെ ഒരു ഹോണറബിൾ എക്സിസ്റ്റൻസിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്. അതിനാണ് നമ്മളിവിടെ വന്ന് 4-5 കൊല്ലം ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ പോകണത് എന്തിനാ? നമ്മളൊരു ഹോണറബിൾ എക്സിസ്റ്റൻസിനുള്ള ടൂളും കൊണ്ടാണ് പോകുന്നത്, ആയുധവും കൊണ്ടാണ് പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ? നമ്മൾ കുറച്ച് മനുഷ്യന്മാരും വേണം. നേരത്തെ അജു പറഞ്ഞ് അവസാനിപ്പിച്ചതായിരുന്നു അല്ലേ? എടാ, നമ്മൾ കുറച്ച് മനുഷ്യന്മാരും വേണം. നിങ്ങൾ കുറെ കാലം കഴിഞ്ഞ് ഈ സ്ഥലത്ത് കൂടെ ഇതിലെങ്ങനെ പോവാന്ന് വിചാരിച്ചുള്ളൂ, അല്ലെങ്കിൽ ആ പട്ടിക്കാട് പെരിന്തൽമണ്ണ വഴിയിലൂടെ ഒക്കെ നിങ്ങളെ കുടുംബത്തിന്റെ കൂടെ എങ്ങനെ പോവാന്ന് വിചാരിച്ചുള്ളൂ. നിങ്ങളെ ഭാര്യയോ ഭർത്താവോ മക്കളോ അങ്ങനെ കുറെ ആളുണ്ടെന്ന് വിചാരിച്ചുള്ളൂ വണ്ടിയില്. അപ്പൊ നിങ്ങള് ഇങ്ങോട്ട് ചൂണ്ടിയിട്ട് നിങ്ങൾ പറയും, ഇവിടെയായിരുന്നു ഉമ്മ പഠിച്ചിരുന്നത്, ഇവിടെയായിരുന്നു ഉപ്പയുടെ കോളേജ് എന്ന് പറഞ്ഞിട്ട്, എടാ ഇവിടെയായിരുന്നു അച്ഛൻ പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്, അമ്മ പഠിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ നേരെ ഇങ്ങനെ ചുണ്ടല്ലേ. ആ കാറിലുള്ള ഒരാൾക്കും ഇല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ലേ? അങ്ങനെ ചൂണ്ടുന്ന സമയത്ത്, ഓർക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ 2 കാര്യങ്ങളെ വരുള്ളൂ. കുറച്ച് മുഖങ്ങൾ, കുറച്ച് നിമിഷങ്ങൾ, ഇത്രേ വരുള്ളൂ. കുറച്ച് മുഖങ്ങൾ വരും.
ഈ 2000 മുഖങ്ങളൊന്നും വരില്ല, കുറച്ച് മുഖങ്ങൾ വരും. പിന്നെയോ കുറച്ച് മൊമെന്റ്സും വരും. സത്യം. അപ്പൊ ഒരു കോളേജിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ പഠിച്ചിട്ട് നേടേണ്ടത് ഇത്രയോ, ഒന്നൊരു ഹോണറബിൾ എക്സിസ്റ്റൻസിനുള്ള സാധനമാണ് കയ്യിൽ, അത് ഉണ്ടാക്കിയിട്ട് പോകാൻ പാടില്ല. രണ്ടാമത്തത് നമുക്ക് കുറച്ച് മനുഷ്യന്മാരും വേണം, എന്നും ഓർക്കാൻ, കാലങ്ങളോളം ഓർമ്മിച്ചു വെക്കാൻ, പിരിയാതെ കൂടെ നിൽക്കാൻ കുറച്ച് മനുഷ്യന്മാരും വേണം. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് തന്നെ പറയുന്നത് കേട്ടോ. പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞില്ലേ, അതാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ പുഴകളിൽ ഒന്നാണ് ഗംഗാ നദി, ആണല്ലോ അല്ലേ? ഗംഗയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഗംഗ ഇങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ്, വീതി കൂടിയ നദിയാണ്, പുണ്യ നദിയാണ്. ഇങ്ങനെ വീതി കൂടിയ ഗംഗ, പരന്നൊഴുകുന്ന ഗംഗ ഇങ്ങനെ ഒഴുകി 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 ഒരു സ്റ്റേറ്റിൽ എത്തുന്ന സമയത്ത് അതിന്റെ വീതി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. വീതി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അതിങ്ങനെ കൺവേർജ് ചെയ്ത് ഒഴുകാൻ തുടങ്ങും, ഇങ്ങനെ കൂർത്ത് കൂർത്ത് ഒഴുകാൻ തുടങ്ങും. മാത്രല്ല അതിന്റെ പേരും മാറും. അവിടെ എത്തുമ്പോഴേ അതിന്റെ പേര് മാറി, രൂപം മാറി, സ്വഭാവം മാറി, ഒക്കെ മാറി. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതേതാ സ്റ്റേറ്റ് എന്നറിയോ? അത് ബംഗാളാണ്. ബംഗാളിൽ എത്തുന്ന സമയത്ത് ഗംഗ ഇങ്ങനെ പരന്നൊഴുകുന്ന ശീലം മാറ്റി അതിങ്ങനെ കൂർത്ത് കൂർത്ത് ശ്രദ്ധിച്ചൊഴുകാൻ തുടങ്ങും. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്നറിയോ? അതിന് ബംഗാൾ ഉൾക്കടൽ എന്ന ലക്ഷ്യമുണ്ട്, അത്രയേ ഉള്ളൂ. ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് വീഴുക എന്നുള്ളൊരു ശ്രദ്ധ, ഒരു ലക്ഷ്യം ഉണ്ടായതുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലും ഒഴുകാൻ പറ്റൂല. ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴുകാം, അതാണ് കാര്യം. എടാ, ഉള്ളിലൊരു ലക്ഷ്യമില്ലാത്ത ആൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴുകാം. അയാൾ ആരെ പിന്നാലെ ഒഴുകും, അയാൾ എങ്ങനെ ഒഴുകും. പക്ഷെ ഉള്ളിലൊരു ലക്ഷ്യം വരുന്ന ആൾക്ക് എങ്ങനെയെങ്കിലും ഒഴുകാൻ പറ്റൂല, ആരുടെയെങ്കിലും പിന്നാലെ പോയാൻ പറ്റൂല, അയാൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഒഴുകാൻ പറ്റുള്ളൂ. അതാണ് സംഭവം. നിങ്ങൾ മക്കയിലെ ആളുകൾ ഒരു കറുത്ത സ്ക്വയറിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? കഅബ എന്നാണ്, കഅബ. പിന്നെ ഹജ്ജ് ചെയ്യുന്ന സമയത്തും ഉംറ ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മളവിടെ ഒക്കെ പോയ സമയത്ത് പള്ളിയുടെ ഏറ്റവും മുകളിൽ കയറിയിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഒരു പുഴ ഇങ്ങനെ ഒഴുകണ പോലെ തോന്നുന്നു. അതിന് ചുറ്റേ 10,000-കണക്കിന് മനുഷ്യര് ഒരു സ്തൂപത്തിന്റെ ചുറ്റും ഇങ്ങനെ 24 മണിക്കൂർ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരാള് പോലും തെറ്റിപ്പോണില്ല. അതെന്താ തെറ്റിപ്പോകത്തെന്നറിയോ? നടുവിൽ ഈ സാധനം ഉണ്ടായതുകൊണ്ടാണ്. നടുവിൽ അങ്ങനെ ഒരു സാധനം ഇല്ല വിചാരിക്കുക. പിന്നെ ഇവരെങ്ങനെയാണ് ഇത്ര ശ്രദ്ധയോടെ ഒഴുകുക? അവർക്ക് ഒരു കിബില ഇല്ലാതാവുക. കിബില എന്നാണ് അറബിയിൽ പറയുക. നിസ്കരിക്കുമ്പോഴൊക്കെ എല്ലാവരും നമ്മുടെ കേരളത്തിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് തിരിഞ്ഞിട്ടാണ് ഇങ്ങനെ നിസ്കരിക്കുക. കാരണം പടിഞ്ഞാറിലാണ് ഈ കിബില, ഈ കഅബ ഉള്ളത്. കിബില എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ലക്ഷ്യം എന്നാണ്. നിങ്ങളുടെ കിബില എന്താണോ അങ്ങോട്ടായിരിക്കും നിങ്ങളുടെ കറക്കം മുഴുവനും. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ കിബില എന്താണോ ആ കിബിലയുടെ ചുറ്റുമായിരിക്കും നിങ്ങളുടെ പാച്ചിൽ മുഴുവൻ. നിങ്ങളുടെ ഇമോഷൻസ് ആവട്ടെ, നിങ്ങളുടെ പിന്നെ സ്ട്രഗിളിങ് ആവട്ടെ, നിങ്ങളുടെ എനർജി ആവട്ടെ, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താണോ, എടാ അതാണ് നിങ്ങളെ കിബില. അത്രയേ ഉള്ളൂ. അപ്പൊ ഒരാൾ അങ്ങനെ ഒരു ശ്രദ്ധയോ അങ്ങനെ ഒരു ലക്ഷ്യമോ ഒരാൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അയാൾ മറ്റുള്ള ആളുകളുടെ ലക്ഷ്യത്തിന്റെ പിന്നാലെ പോയോ അയാൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഇല്ലാതായി മാറും. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരാം, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യത ഉള്ളത്. നിങ്ങൾ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കാണാത്ത ആരെങ്കിലും ഉണ്ടാവും? കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ സിനിമ? എടാ, മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും നല്ല സിനിമകളിലൊന്ന്. അതിലുള്ള ഓരോ ആൾക്കും അത്രയും ഡെപ്തില് ലൈഫ് ഉണ്ട്. അതാണ് ആ എഴുത്തിന്റെ ഒരു പ്രത്യേകത. ഈ കുറെ കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ കഥാപാത്രത്തിലെ ഓരോ കഥാപാത്രത്തിനും അത്രയും ആഴമുള്ള ഡെപ്ത് കൊടുക്കണമെങ്കിൽ എഴുത്തിന്റെ ഒരു വലിയ മാജിക് വേണം. എനിക്ക് അങ്ങനെ 2 പുസ്തകങ്ങളാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തോന്നിയിട്ടുള്ള 2 പുസ്തകങ്ങളേ ഉള്ളൂ. ഒന്ന് ഹാരി പോട്ടറാണ്. രണ്ടാമത് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ഇത്രയും കഥാപാത്രങ്ങളിലൂടെ ആ കഥാപാത്രങ്ങൾക്ക് നിറയെ ജീവിതത്തിന്റെ കണ്ണി ചേർത്ത് അവസാനം വരെ കൊണ്ടുപോവുക എന്ന് പറയുന്ന വേറെ പുസ്തകം എനിക്ക് തോന്നിയിട്ടുള്ളത് മഹാഭാരതം.
അമ്പരപ്പിക്കും. നിങ്ങൾ ആ സ്റ്റോറിയിലേക്ക് ഇങ്ങനെ കടന്നു ചെന്നാൽ ഓരോ മനുഷ്യനും അത്രയും ഡെപ്തിലാണ് അയാൾക്ക് ലൈഫ് കൊടുത്തിട്ടുള്ളത്.